ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. PSC ബേസിക്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് LGS LDC പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസ് ഭാഗത്ത് നിന്ന് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്ലാസ്സും കാണുക, SCRT പോർഷൻസും പഠിക്കുക. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഒന്നിലധികം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് കാണുക. അതുമാത്രമല്ല, ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടി, ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ഇത് നിങ്ങൾക്ക് നോട്ട്സ് ഉൾപ്പെടെ വീഡിയോ ക്ലാസ്സും PDF നോട്ടും അത് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റും ചെയ്ത് നോക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കോഴ്സ് വാങ്ങിക്കുക. PSC ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. 6 മാസത്തേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആറ്റത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആറ്റം? ഒരു പദാർത്ഥം എടുക്കുകയാണെങ്കിൽ, എന്ത് പദാർത്ഥം ആയിക്കോട്ടെ, ആ പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണത്തിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു മൂലകത്തിന് ഏറ്റവും രാസപരമായ ചെറിയ കണികയാണ് ആറ്റം. അതായത് നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ എടുത്ത് കട്ട് ചെയ്ത് ലാസ്റ്റ് വരുന്നത് എന്താണ്? ഒരാറ്റമാണ് പറയുന്നത്. ഈ ആറ്റത്തിനെ പിന്നെയും കട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്ന അടിസ്ഥാനപരമായിട്ട് ആറ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മൂലകത്തിലെ ഏറ്റവും രാസപരമായ ചെറിയ കണിക ഏതാണ്? അത് ആറ്റമാണ്. ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണം ഏതെന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? ആറ്റം തന്നെയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, തെറ്റ് പറ്റരുത്. ഒരു പദാർത്ഥത്തിലെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഒരു മൂലകത്തിന് ഏറ്റവും രാസപരമായ ചെറിയ കണികയാണ് ആറ്റം. അതുമാത്രമല്ല, ഈ നമ്മുടെ ആറ്റം എന്ന് പറയുമ്പോൾ ആറ്റമോസ് എന്ന വേർഡ് നമ്മൾ മറക്കരുത്. ആറ്റമോസ് എന്നാൽ ആറ്റം എന്ന വാക്കുണ്ടായത് ആറ്റമോസ് എന്ന പദത്തിൽ നിന്നാണ്. ആറ്റമോസ് എന്നാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇതാണ് ഒരു ആറ്റം. ഒരാറ്റത്തിലെ ന്യൂക്ലിയസിനെ കേന്ദ്രഭാഗം ആണ് ന്യൂക്ലിയസ് എന്ന് കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതായത് ഒരു ആറ്റം എടുത്താൽ ആ ഒരു ആറ്റത്തിന് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിനൊരു കേന്ദ്രഭാഗമുണ്ട്, ആ കേന്ദ്രഭാഗത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഒരാറ്റത്തിലെ കേന്ദ്രഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഒരു ആറ്റത്തിലെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഒരാറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ആറ്റത്തിൻ്റെ നടുക്കുള്ള ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ഇനി ഈ ആറ്റത്തിന് ചുറ്റും ആര് സഞ്ചരിക്കുന്നുണ്ട്? ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ചോദിക്കുകയാണ്, പ്രോട്ടോണുകളുടെ എണ്ണം എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം, നമ്മുടെ ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്. ഈ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആറ്റം വൈദ്യുതപരമായിട്ട് എപ്പോഴും നിർവീര്യമാണ്. അപ്പോൾ അത് പോയിൻ്റാണ്. കാരണം PSC പരീക്ഷകൾക്കൊക്കെ ഒത്തിരി പ്രസ്താവന ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചു വയ്ക്കുക. എന്തുകൊണ്ടാണ് ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഈക്വൽ ആയതുകൊണ്ടാണ് അത് ആറ്റം എന്തായിരിക്കുന്നത്? വൈദ്യുതപരമായിട്ട് നിർവീര്യമായിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോണിനെ പറ്റിയിട്ടാണ്. പ്രപഞ്ചത്തിന്
അടിസ്ഥാനപരമായ മൗലിക കണമാണ് ഇലക്ട്രോൺ എന്നത്. പ്രപഞ്ചത്തിന് അടിസ്ഥാനപരമായ മൗലിക കണം ഏത്? അത് ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഒരു ദ്രവ്യത്തിന് അടിസ്ഥാനപരമായ കണവും ഇലക്ട്രോൺ ആണ്. പ്രപഞ്ചത്തിന് അടിസ്ഥാനപരമായ മൗലിക കണം ഇലക്ട്രോൺ ആണ്. ദ്രവ്യത്തിന് അടിസ്ഥാനപരമായ കണവും ഇലക്ട്രോൺ ആണ്. കാരണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ആറ്റത്തിൻ്റെ ഗുണത്തിനെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനപരമായ കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, ആറ്റത്തിലെ ചാർജ് മാസ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോകളും ആൻറ്റി ന്യൂട്രിനോകളും. ആറ്റത്തിൽ ചാർജ് മാസ് ഇല്ലാത്തത്, ചാർജ് ഇല്ലാത്ത രണ്ട് കണങ്ങളാണ്. ഒന്ന് ന്യൂട്രിനോകളും അടുത്തത് ആൻറ്റി ന്യൂട്രിനോകളും. ഇനി നമ്മുടെ ഇലക്ട്രോണുകൾ എപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു ഓർബിറ്റിൽ, ഒരു നിശ്ചിത പാതയിലൂടെയാണ്. ഇത് ന്യൂക്ലിയസിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഈ നിശ്ചിത പാതയെ വിളിക്കുന്നത് ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്നാണ്. അപ്പോൾ എന്താണ് ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ? ഇലക്ട്രോണുകൾ നിശ്ചിത പാതകളിലൂടെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നതിനെയാണ് ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാറ്റത്തിൽ 3 മൗലിക കണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രോട്ടോൺ, ഒന്ന് ന്യൂട്രോൺ, ഒന്ന് ഇലക്ട്രോണ്. ഇനി പ്രോട്ടോൺ പേര് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. പ്രോട്ടോൺ എന്നാൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ്. പോറോ ആ പേര് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ്. ഇനി ന്യൂട്രോൺ നമ്മൾ സാധാരണ ന്യൂട്രലിൽ പോകണമെന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ലാതെ പോകണമെന്നുള്ള അർത്ഥം. അപ്പം ന്യൂട്രോൺ എന്നാൽ ചാർജ് ഇല്ലാത്ത കണമാണ്. അപ്പോൾ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ള കണം, ന്യൂട്രോൺ എന്നാൽ ചാർജ് ഇല്ലാത്ത കണമാണ്. അപ്പോൾ ഒരാറ്റത്തിൽ 3 മൗലിക കണങ്ങളുണ്ട്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണുള്ളത്. ന്യൂട്രോണിന് എന്താണ്? ഈ ചാർജ് ഇല്ല. ഒരു മൂലകത്തിൻ്റെ തിരിച്ചറിയൽ രേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ ആണ്. അപ്പം അത് മറക്കരുത്. ഒരു മൂലകത്തിൻ്റെ തിരിച്ചറിയൽ രേഖ, ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോണും ന്യൂട്രോണും എപ്പോഴും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു? ന്യൂക്ലിയസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള മേഖലയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർബിറ്റ് അഥവാ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇത്തരം സെല്ലുകൾക്ക് ഓരോന്നും നിശ്ചിത അളവ് ഊർജം ഉണ്ടായിരിക്കും. ഈ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള മേഖലയ്ക്ക് പറയുന്നത് ഓർബിറ്റൽ എന്നാണ്. ഈ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത് നിശ്ചിത അളവിൽ ഊർജം ഉണ്ടായിരിക്കും. ഈ ഓർബിറ്റുകളിലെ ഊർജ നിലകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. ഇനി ബാഹ്യതമ ഷെല്ലിൽ 8, അതായത് ഈ ആറ്റങ്ങൾ നമ്മൾ പറഞ്ഞു ഒരു ന്യൂക്ലിയസും ഉണ്ട്, ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത ഓർബിറ്റലുകളിൽ. ഓർബിറ്റുകൾ എന്നാൽ എന്താണ്? ഊർജ നിലകളാണ്. അപ്പോൾ ബാഹ്യതമ ഷെല്ല്, പുറത്തുള്ള ഷെല്ലാണ്, ഔട്ടർ ഷെല്ലാണ് ബാഹ്യതമ ഷെല്ലെന്ന് പറയുന്നത്. ഈ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള അവസ്ഥയെ നമ്മൾ അഷ്ടക സംവിധാനം എന്നാണ് പറയുന്നത്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള സംവിധാനം അല്ലെങ്കിൽ അവസ്ഥയാണ് അഷ്ടക സംവിധാനം. ഒരാറ്റത്തിന് മറ്റുള്ള ആറ്റങ്ങളുമായി സംയോജിപ്പിക്കാൻ ഉള്ള കഴിവാണ് അതിൻ്റെ സംയോജകത. അപ്പോൾ ഒരാറ്റത്തിന് മറ്റാറ്റവുമായിട്ട് സംയോജിക്കാൻ എത്രത്തോളം കഴിവുണ്ടോ അതിനെ നമ്മൾ സംയോജകത എന്ന് പറയുന്നു. ഇനി ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ സംയോജക ഇലക്ട്രോണുകൾ എന്ന് വിളിക്കും. കാരണം അകത്തുള്ള ഷെല്ലുകൾക്കൊന്നും മറ്റാറ്റത്തിലെ ഇലക്ട്രോണുകളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സംയോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? പുറത്ത് ഓർബിറ്റിൽ പുറത്തുള്ള ഇലക്ട്രോൺസ് ഇരിക്കുകയാണ്. അപ്പം അതിനെല്ലാം സംയോജിച്ചതിന് ശേഷമേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം പുറത്തുള്ള ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ പൊതുവെ
സംയോജക ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് സംയോജകത, എന്താണ് സംയോജക ഇലക്ട്രോണുകൾ? ഒരാറ്റത്തിന് മറ്റുള്ള ആറ്റങ്ങളുമായി സംയോജിപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ സംയോജകത എന്ന് പറയുന്നത്. ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ സംയോജക ഇലക്ട്രോണുകൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇലക്ട്രോണുകളെ പങ്കിട്ടുകൊണ്ട് രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ബന്ധനത്തിന് സഹസംയോജക ബന്ധനമെന്ന് പറയുന്നു. എന്താണ്? ഇലക്ട്രോണുകളെ പങ്കിട്ടുകൊണ്ട് രണ്ടാറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധം ഉണ്ടല്ലോ, ആ ബന്ധത്തിനെ സഹസംയോജക ബന്ധനം എന്നാണ് പറയുന്നത്. എക്സാമ്പിള് അമോണിയ. അമോണിയ എന്ന് പറയുമ്പോൾ NH3 ആണ്. അടുത്തത് ജലം H2O. ഇത് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അതിൻ്റെ ആറ്റങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താണ് ബന്ധനം, ആ ബന്ധനത്തിന് നമ്മൾ സഹസംയോജക ബന്ധനം എന്നാണ് പറയുന്നത്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെല്ലാം സഹസംയോജക ബന്ധനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് അയോണിക ബന്ധനമുണ്ട്. സംയോജിക ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയും അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ബന്ധത്തിനെയാണ് നമ്മൾ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് സഹസംയോജക ബന്ധനമാണ്. NH2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, ഹൈഡ്രജൻ്റെ ആറ്റവും അമോണിയൻ്റെ ആറ്റവും തമ്മിൽ എന്ത് ചെയ്തു, രണ്ടുപേരും കൂടി ഒരുമിച്ച് അതിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് സഹസംയോജക ബന്ധനത്തിൽ. എന്നാൽ അയോണിക ബന്ധനം വരുമ്പോൾ എന്ത് ചെയ്യും, ഒരെണ്ണം ഒരാറ്റം മറ്റൊരാറ്റത്തിന് എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അതുപോലെ തന്നെ ഒരാറ്റം മറ്റൊരാറ്റത്തിൻ്റെത് സ്വീകരിക്കുകയും ചെയ്യും. ഇങ്ങനെ സംയോജക ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ബന്ധത്തിനെയാണ് നമ്മൾ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ NaCl സോഡിയം ക്ലോറൈഡ്, Na+Cl-. അപ്പം എന്ത് ചെയ്യും, ക്ലോറിൻ്റെ ഒരെണ്ണം സോഡിയം സ്വീകരിക്കും, സോഡിയത്തിൻ്റെ ഒരെണ്ണം ക്ലോറിൻ വിട്ടുകൊടുക്കും. അപ്പം എന്ത് ചെയ്യും, അവിടെ ഒരു വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പം അതെന്താണ്, അയോണിക ബന്ധനമാണ്. ഇനി അയോണിക സംയുക്തങ്ങൾ ഉയർന്ന ഊഷ്മാവിൽ മാത്രമേ വരികയുള്ളൂ. അവ അയോണുകളായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അയോണിക സംയുക്തങ്ങൾ എപ്പോഴും വൈദ്യുത ചാലകങ്ങളാണ്. അതായത് വൈദ്യുതിയെ കടത്തിവിടുന്നവയാണ് ഈ അയോണിക സംയുക്തങ്ങൾ. ഈ അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന അയോണിക സംയുക്തങ്ങൾ എപ്പോഴും ഉയർന്ന ഊഷ്മാവിൽ എന്ത് ചെയ്യും, വൈദ്യുത ചാലകങ്ങളായിരിക്കും, വൈദ്യുതിയെ കടത്തിവിടും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. മറക്കരുത്, ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ഇനി ആറ്റം ആദ്യം കണ്ടുപിടിച്ച സമയത്ത് ഏത് രൂപത്തിലാണ് ആറ്റം ഇരിക്കുന്നതെന്നും കണ്ടുപിടിച്ചില്ല. പല പല രൂപങ്ങൾ പല ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് നിലവിലുള്ള ആറ്റം മോഡൽ എത്തിയത്. അപ്പോൾ നമ്മുടെ JJ തോംസൺ പറഞ്ഞു, ഈ ആറ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസുകൾ ഇങ്ങനെ പ്ലം കേക്ക് ഇല്ലേ, അതുപോലെ എന്ത് ചെയ്തിരിക്കുകയാണ്, അതുപോലാണെന്ന് പറഞ്ഞു. അതായത് ഒരു ഇഡ്ഡലിക്കുട്ടത്തിൽ ഇഡ്ഡലി നമ്മൾ കോരി വെച്ചേക്കുമ്പോൾ ഒരവസ്ഥ, ഈ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? JJ തോംസൺ ആണ്. ആറ്റത്തിന് പ്ലം പുഡിംഗ് മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. ഇനി ആറ്റം കണ്ടുപിടിച്ച ജോൺ ഡാൾട്ടൺ ആറ്റത്തിന് ആറ്റം എന്ന പേര് കൊടുത്തില്ല. ഇങ്ങനെ പേര് കൊടുത്തത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പോൾ ആറ്റത്തിന് ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. മറക്കരുത്, ഓസ്റ്റ്വാൾഡ് ആണ്. അപ്പോൾ ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിന് പ്ലം പുഡിംഗ് മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ഇനി ആറ്റം മോഡൽ അവതരിപ്പിച്ചത്, നിലവിലുള്ള ആറ്റം മോഡൽ അവതരിപ്പിച്ചത് ഒരു ആറ്റം മോഡൽ അവതരിപ്പിച്ചത് നിലവിലുള്ള ആറ്റം മോഡലാണ്. അത് അവതരിപ്പിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ്. ബോർ ആറ്റം മോഡലാണ് നമ്മളിപ്പോൾ
യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആറ്റം മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? നീൽസ് ബോറാണ്. ഇനി ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ മോഡൽ അവതരിപ്പിച്ചത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ഏണസ്റ്റ് റുദർഫോർഡാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ മോഡൽ അവതരിപ്പിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും ആ ന്യൂക്ലിയസ് ആണ് കേന്ദ്രഭാഗമെന്നും കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡാണ്. ഈ ഏണസ്റ്റ് റുദർഫോർഡാണ് ന്യൂക്ലിയർ മോഡൽ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ മോഡൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചതും ഏണസ്റ്റ് റുദർഫോർഡാണ്. ഏണസ്റ്റ് റുദർഫോർഡാണ് സൗരയൂഥ മോഡലും അവതരിപ്പിച്ചത്. അടുത്തത് പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ കണികകൾ നിർമ്മിച്ചിരിക്കുന്നത് കോർക്സ് ഉപയോഗിച്ചാണ്. എന്തുപയോഗിച്ചാണ്? കോർക്സ് ഉപയോഗിച്ചാണ്. പ്രോട്ടോണും ന്യൂട്രോൺ തുടങ്ങിയ കണികകൾ നിർമ്മിച്ചിരിക്കുന്നത് കോർക്സ് ഉപയോഗിച്ചാണ്. ഇനി പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ നമ്മൾ പോസിട്രോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണുകൾക്ക് പൊതുവേ നെഗറ്റീവ് ചാർജാണ്, എന്നാൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുണ്ട്. ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ പോസിട്രോൺ എന്നാണ് വിളിക്കുന്നത്. ഓരോ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇല്ലേ? അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ നമ്മൾ ആ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്നാണ് പറയുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ അറ്റോമിക നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂട്രോൺ ഇല്ല. ഓക്കെ, ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഏതിൻ്റേതാണ്? ഹൈഡ്രജൻ്റേതാണ്. അപ്പോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ ഏതില്ല? ന്യൂട്രോൺ ഇല്ല. അപ്പോൾ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ്? ഹൈഡ്രജൻ്റേതാണ്. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഏതാണ്? അത് ഹൈഡ്രജനാണ്. ദെൻ ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം, അതായത് ഇലക്ട്രോണുകൾക്ക് രണ്ട് സ്വഭാവമുണ്ടെന്ന് നിർദ്ദേശിച്ചത് ഡിബ്രോളിയാണ്. ഓക്കെ, ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവമുണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ഡിബ്രോളിയാണ്. മറക്കരുത്, ഡിബ്രോളിയാണ് പറഞ്ഞത് ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഡിബ്രോളിയാണ്. ദ്വൈത സ്വഭാവം എന്നാൽ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവുമാണ്. അതായത് ഇലക്ട്രോണുകൾക്ക് രണ്ട് സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ഡിബ്രോളിയാണ്. ഇലക്ട്രോണുകൾ ഏതൊക്കെ സ്വഭാവമാണുള്ളത്? തരംഗ സ്വഭാവമുണ്ട്, കണികാ സ്വഭാവമുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരാറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ. ഇനി ഒരാറ്റത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാസ് നമ്പർ. മാസ് നമ്പർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ് ലെറ്ററാണ്? എ എന്ന ലെറ്റർ. അതായത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. അതായത് ന്യൂക്ലിയസിലുള്ള രണ്ട് സംഭവങ്ങളാണ് പ്രോട്ടോണും അടുത്തത് ന്യൂട്രോണും. ഈ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് ഏത്? മാസ് നമ്പർ എന്നത്. മറക്കരുത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ദെൻ ഒരു മൂലകം എടുക്കുകയാണെങ്കിൽ ആ മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെല്ലാം വ്യത്യസ്ത പിണ്ഡം ആയിരിക്കും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? സോഡിയം എടുക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ ആറ്റങ്ങൾ ഏത് സോഡിയത്തിൻ്റെ ആറ്റം എടുത്താലും ഒരുപോലെ ഇരിക്കും. ഇനി ഹൈഡ്രജൻ്റെ ആറ്റം ഏതെടുത്താലും ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു മൂലകം എടുക്കുകയാണെങ്കിൽ ആ മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും എന്തായിരിക്കും? ഒരേ വിധത്തിലായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞതിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് അറ്റോമിക നമ്പർ. എന്താണ് അറ്റോമിക നമ്പർ? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഏത്? അറ്റോമിക നമ്പർ. ഇനി മാസ് നമ്പർ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ന്യൂട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറയ്ക്കണം, അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് ഇലക്ട്രോണുകളുടെ എണ്ണം കുറയ്ക്കണം, അതല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ചാൽ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തിനെ പറ്റിയിട്ട് പഠിക്കാം?
തന്മാത്രകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, തന്മാത്രകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ SCERT പോർഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ SCERT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. 6 മാസത്തേക്കുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ PSC ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.